നമസ്കാരം. 2020 ഏപ്രിൽ 8 ലോകം മുഴുവനും കോവിഡിനാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അല്ലു അർജുൻ തന്നെ 38ാം ജന്മദിനത്തിൽ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിടുന്നത്. അതുവരെ കണ്ട അല്ലു അർജുൻ സിനിമകളുടെ ഫസ്റ്റ് ലുക്കിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു ഈ ലുക്ക്. കാരണം എപ്പോഴും സ്റ്റൈലിഷ് ആയിട്ട് എലഗൻ്റ് ആയിട്ട് കാണാറുള്ള അല്ലു അർജുനിൽ നിന്നും വളരെ ഡസ്കി സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ഒരു മലവെട്ടുകാരനായിട്ട് ഒരു സിനിമയിൽ അല്ലു അർജുനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ സിനിമ സംവിധാനം ചെയ്യുന്നത് സുകുമാറാണ്. DSP ആണ് ആ സിനിമയുടെ സംഗീത സംവിധായകൻ. ഇതെല്ലാം ചിത്രത്തിന് കാത്തിരിക്കാവുന്ന കാരണങ്ങളായിരുന്നു. ആ സിനിമയുടെ പേരും അന്ന് പ്രേക്ഷകർ ആദ്യമായിട്ട് കേട്ടു, പുഷ്പ ദി റൈസ്. പിന്നീട് ആ സിനിമയുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് അല്ലു അർജുൻ നേടിക്കൊണ്ടാണ്. അതേ കഥാപാത്രമായിട്ട് സിനിമയുടെ 2ാം ഭാഗം എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. പാർട്ട് 1 അവസാനിക്കുന്നത് ബൽവന്ത് സിംഗ് ഷിക്കാവത്തായിട്ടുള്ള ഫഹദ് ഫാസിലും പുഷ്പ എന്ന അല്ലു അർജുനും തമ്മിലുള്ള ഒരു ക്രാഷ് സീക്വൻസിലാണ്. സെക്കൻഡ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചത് ഇവർ തമ്മിലുള്ള ഒരു ഹെവി കാറ്റ് ആൻഡ് മൗസ് ഗെയിമിനെ തന്നെയായിരുന്നെങ്കിലും പുഷ്പ 2 പറഞ്ഞു വെക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലാണ്ട് ബൽവന്ത് സിംഗ് ഷിക്കാവത്തിനപ്പുറം കുറച്ചധികം എലമെൻ്റ് ഇതിനകത്ത് ഉണ്ട്. അത് തന്നെയാണ് ഈ ചിത്രത്തെ മറ്റ് പാർട്ട് 2കളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തകരമായിട്ട് നിൽക്കുന്നത്. ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ 3 മണിക്കൂർ 20 മിനിറ്റാണ്. അത് തന്നെ ഭയങ്കര അധികം നെറ്റ് ചൊലിപ്പിക്കുന്ന കാര്യമായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്രയും ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അധികം ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ ചിത്രം തുടങ്ങുന്നത് ഒരു കണ്ടെയ്നർ പോർട്ടിലെ ഒരു ഫൈറ്റ് സീക്വൻസിലാണ്. അത് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. അവിടെ വെച്ചൊരു സംഭവം സംഭവിക്കുകയും സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് ഇങ്ങ് പുഷ്പയുടെ നാട്ടിലാണ് ബാക്കി കഥ നടക്കുന്നത്. ബാക്കി കഥ ഭയങ്കര ഓർഡറിൽ പോകുന്ന ഒരു കഥ തന്നെയാണ്. പാർട്ട് 1 പുഷ്പ എങ്ങനെ സിൻഡിക്കേറ്റ് പിടിച്ചടക്കുന്നു, അല്ലെങ്കിൽ പുഷ്പ എങ്ങനെയാണ് ഇത്രയും വാല്യുബിൾ മെമ്പറായിട്ട് അവിടെ മാറി എന്നുള്ളതായിരുന്നെങ്കിൽ പുഷ്പയെ കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റാണ് പാർട്ട് 2 ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പുഷ്പ എന്ന ക്യാരക്ടർ ഭയങ്കര അധികം ചെറിയ ചെറിയ നിർബന്ധങ്ങളുള്ള ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ പാർട്ട് 1 അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ട്രേറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ തന്നെയാണ്. പറയുന്ന ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് രശ്മികൊക്കെ പറയുന്ന തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സിൻഡിക്കേറ്റിൻ്റെ ഭാവിയും പുഷ്പയുടെ ഭാവിയും തീരുമാനിക്കും എന്നുള്ളത് ചിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ചിത്രത്തിൽ ഹിറ്റായിട്ടുള്ള കിസ് കിസിക് എന്നുള്ളത് പറഞ്ഞ പാട്ടും അങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പാട്ടാണ്. നോട്ട് ദ പോയിന്റ്. സിനിമ കണ്ടവർക്ക് കുറച്ചുകൂടെ ആ പാട്ടും ആ പാട്ടിൻ്റെ സാഹചര്യം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ പുഷ്പയുടെ ഫാമിലി, അതായത് പുഷ്പയുടെ ഏറ്റവും കൂടുതൽ പുഷ്പയ്ക്ക് അഫക്റ്റ് ചെയ്തിരുന്നത് പുഷ്പയുടെ അച്ഛൻ, പുഷ്പയുടെ ഒരു അഡ്രസ്സ്, വീട്ടുപേര് എന്നൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ പാർട്ട് 1 ഉടനീളം അത് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും പാർട്ട് 2 ആ ആംഗിളിലാണ് സെക്കൻഡ് ഹാഫിൽ പൊതുവെ ഡ്രിവൺ ആവുന്നത്. പുഷ്പയുടെ ഫാമിലിയും അല്ലെങ്കിൽ പുഷ്പയുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട മൂമെൻറ്റ്സുകളാണ് എടുത്തു പറയുന്നത്. കാരണം പ്രത്യേകിച്ച് പുഷ്പയുടെ ടീസറിൽ കണ്ട പോലെ ഒരു വ്യത്യസ്ത ഗെറ്റപ്പിൽ അല്ലു അർജുൻ്റെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആവുന്നുണ്ട്. അവിടെ നിന്നാണ് പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കുള്ള ഒരു ലീഡും മറ്റെല്ലാ എലമെൻറ്റുകളും വന്നു ചേരുന്നതെന്ന് നമുക്ക് പറയാം. ക്ലൈമാക്സിലേക്ക് എല്ലാവരും പറഞ്ഞ ഒരു 15 മിനിറ്റുള്ള ഒരു ഫുൾ ആക്ഷൻ സീക്വൻസുകളുണ്ട്. അത് ഹെവി തിയേറ്ററിക്കലി ഡിമാൻഡ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അതിലെ BGM, ആക്ഷൻ കൊറിയോഗ്രാഫി എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. അത് ആ ആക്ഷൻ എൻഡ് ചെയ്യുന്നതും ഒരു ഹൈ നോട്ടിലാണ്. കാരണം ഭയങ്കര ഗൂസ് ബംസ് തന്നിട്ടുള്ള ചില മൂമെൻറ്റ്സുകൾ ഒന്നായിരുന്നു ഈ പറഞ്ഞ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴുള്ള ആ പോർഷൻ എന്നുള്ളത് എടുത്തു പറയണം. DSP ആസ് യൂഷ്വൽ അല്ലു അർജുൻ്റെ സ്വന്തം റോക്ക് സ്റ്റാർ എന്നൊക്കെ പറയാവുന്ന ആളാണ്. അപ്പോൾ അല്ലു അർജുൻ എപ്പോഴും ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഈ സിനിമയിലും അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ചധികം വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയെ പ്രസൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടൈമിന് മ്യൂസിക് കൊടുക്കുന്നില്ല. സാംസിയസ് അഡീഷണൽ BGM ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ ഈ പറഞ്ഞ പോലെ പുഷ്പയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളിലൊന്നാണ്. രശ്മികയിലേക്ക് വരികയാണെങ്കിൽ രശ്മികയുടെ ഒരു മോണലോഗ് ഉണ്ടായിരുന്നു. അത് മലയാളം ഡബ്ഡ് വേർഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയില്ല. അപ്പം റിയൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമുക്ക് തെലുങ്കിൽ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തെലുങ്കിൽ ആ ഡയലോഗ്സ് കണ്ടവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ രശ്മികയാണ് ഈ സിനിമയിൽ ഉടനീളം ഭയങ്കര പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് നിൽക്കുന്നത്. കാരണം അല്ലു അർജുൻ എൻ്റെ ക്യാരക്ടർ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു, എവിടെയൊക്കെ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നു, അവിടെയൊക്കെ രശ്മിയുടെ പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില ഡയലോഗുകൾ ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ പറഞ്ഞ പോലെ അത്യാവശ്യം ചിരി വളർത്തിയ ചില മൂമെൻറ്റ്സ് ആയിരുന്നു.
പിന്നെ ഫഹദ് ഫാസിൽ ആസ് യൂഷ്വൽ നമ്മളെന്താ പറയുക ഈ നടനെ കുറിച്ചിട്ട്. കാരണം ഓരോ ദിവസവും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ദ മോസ്റ്റ് വോണ്ടഡ് ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഈ സിനിമയിലും വിസ്മയിപ്പിച്ചു എന്താണ് പറയുന്നത്. കാരണം താരതമ്യേന സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറവാണെങ്കിലും ബൽവന്ത് സിംഗ് ഷിക്കാവത്തിൻ്റെ ഇമ്പാക്റ്റ് ഉടനീളം ചിത്രത്തിലുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതും ചിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗത്ത് പുള്ളി നിൽക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ പോലെ പാർട്ട് 3യിലേക്കുള്ള വലിയ ലീഡുകളിലൊന്നാണ്. ക്ലൈമാക്സിൽ ഒരു സർപ്രൈസ് ഉണ്ട്, അത് പാർട്ട് 3യിലേക്കുള്ള വലിയൊരു സംഭവമാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഒരു സൈഡിൽ നിൽക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ പുഷ്പ. സോ ദാറ്റ്സ് വിൽ ബി ദ പാർട്ട് 3 എന്നുള്ളതാണ് നമുക്ക് പാർട്ട് 2 കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സിനിമയുടെ ഈ പറഞ്ഞ പോലെ ആക്ഷൻ കൊറിയോഗ്രാഫി, പറഞ്ഞ എഡിറ്റിംഗ് സൈഡ്, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആൻഡ് ആസ് യൂഷ്വൽ അല്ലു അർജുൻ ഈ നമ്മളെപ്പോഴും കാണാറുള്ള സ്റ്റൈലിഷ് സ്റ്റാർ ആയിട്ടുള്ള അല്ലു അർജുൻ, ഐക്കൺ സ്റ്റാർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ടൈറ്റിൽ കാർഡൊക്കെ ഉണ്ടായിരുന്നു, ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ. സോ ഈ സിനിമയിലും ആസ് യൂഷ്വൽ പുഷ്പമായിട്ട് നമുക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലു അർജുൻ ഭയങ്കര അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു മാസ് ക്യാരക്ടർ മുമ്പ് ചെയ്തിട്ടുള്ള സ്റ്റൈലിഷ് മാസിൽ നിന്നൊക്കെ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ആ സ്ലാങ് ഒക്കെ നമുക്കറിയാം. മലയാളം ഡബ്ബിന് അതിൻ്റേതായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പുഷ്പ കണ്ടപ്പോഴും ശ്രദ്ധിച്ചൊരു ഘടകമാണ് പാർട്ട് 1 തെലുങ്കിലൊക്കെ ആണെങ്കിൽ കൂടെ ഭയങ്കര ഇമ്പാക്റ്റ് ആയത് അല്ലു അർജുൻ്റെ മൊത്തത്തിലുള്ളൊരു മാനസും കാര്യങ്ങളായിരുന്നു. പാർട്ട് 2ലും അത് വർക്കായിട്ടുണ്ട്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാം. നന്ദി, നമസ്കാരം.